ഹായ്, ഏവർക്കും ക്രിസ്മസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന +2 മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ തീർച്ചയായും ഒരു ക്ലാസിക് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഒത്തിരി വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ട് എന്ന് പറയാൻ സാധ്യത ഉണ്ട് എങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒത്തിരി ക്വസ്റ്റ്യൻസ് അതുപോലെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും തീർച്ചയായും ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ ഒരു ക്ലാസിക് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് ഞാൻ പറയുവാൻ കാരണം. സ്ഥിരം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് മാത്രം വന്നാൽ അതൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. സ്വാഭാവികമായിട്ടും നമ്മുടെ പബ്ലിക് എക്സാമിനേഷനും ഇത്തരത്തിലുള്ള അൺഎക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻ പേപ്പറും അതുതന്നെയാണ്. ടെക്സ്റ്റ് കൃത്യമായി വായിച്ച് പഠിച്ച കുട്ടികൾക്ക്, ടെക്സ്റ്റിലെ പ്രോബ്ലംസ് ചെയ്ത് പഠിച്ച കുട്ടികൾക്ക് ഫുൾ മാർക്ക് കിട്ടും. സെലക്ട് ചെയ്ത് പഠിച്ച കുട്ടികൾക്ക് സ്വാഭാവികമായും ചില ക്വസ്റ്റ്യൻസ് മിസ്സാകാൻ സാധ്യതയുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാത്ത 1-2 ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് വാസ്തവം. തീർച്ചയായും ഇതൊരു മുൻകരുതൽ ആയി തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. വരും എക്സാമിനേഷന് ഈ ഒരു കരുതലോടുകൂടി കൂടുതൽ എഫർട്ട് എടുത്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മികച്ച സ്കോർ കണ്ടെത്താൻ സാധിക്കും. ആരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒത്തിരി സമയമുണ്ട്, നമുക്ക് പഠിക്കുവാൻ സാധിക്കും. തീർച്ചയായും ഇതേ നിലവാരമുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ പബ്ലിക് എക്സാമിനേഷനും പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് നടന്ന ക്രിസ്മസ് എക്സാമിനേഷന്റെ മാത്തമാറ്റിക്സ് സബ്ജക്റ്റിന്റെ സയൻസ്, ബയോളജി സയൻസ് വിദ്യാർത്ഥികളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ക്വിക്ക് റിവ്യൂ ആണ് നടത്തുന്നത്. അതിന്റെ ആൻസേഴ്സ് ഒന്ന് ഓടിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. Question number 1. Consider a set A equal to 1, 2, 3. The relation R equal to set ordered pair 2, 3 on A is റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ, ഇക്വലൻസ് ആണോ? നിങ്ങൾക്കറിയാം ഇത് റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല, അപ്പോൾ സ്വാഭാവികമായിട്ട് ഇക്വലൻസും അല്ല. പിന്നെ എന്താണ് ട്രാൻസിറ്റീവ്? ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ക്ലിയർലി ഇറ്റ് ഈസ് എന്താണ് ട്രാൻസിറ്റീവ്. സോ ആൻസർ ട്രാൻസിറ്റീവ്. ഇവിടെ ഈ റിലേഷൻ 1, 2, 3 എന്ന സെറ്റിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഈ റിലേഷൻ ഒരു ഇക്വലൻസ് റിലേഷൻ ആകണമെങ്കിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട മിനിമം നമ്പർ ഓഫ് ഓർഡേർഡ് പേഴ്സ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് റിഫ്ലെക്സീവ് ആക്കണമെങ്കിൽ 1, 1 വേണം, 2, 2 വേണം, 3, 3 വേണം. ഇത് മൂന്നും ആഡ് ചെയ്യണം. ഒപ്പം ഇത് റിഫ്ലെക്സീവ് ആക്കണമെങ്കിൽ സിമെട്രിക് ആക്കണമെങ്കിൽ 2, 1 വേണം, 3, 2 വേണം. സോ 5 എലമെന്റ്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. 1, 1, 2, 2, 3, 3, 2, 1 ആൻഡ് 3, 2. ഇത് ചെക്ക് ചെയ്യുമ്പോൾ ഇത് ട്രാൻസിറ്റീവ് എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാം. സോ അതെന്താണ് ഒരു ഇക്വാലൻസ് റിലേഷൻ എന്ന് ഉറപ്പിക്കാം. So next question number 2. Tan inverse 6 ന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓപ്പൺ ഇന്റർവൽ -π/2, π/2. Next, find the principal value range of cot inverse -1 plus cosec inverse -√2 plus sec inverse 2. ഇതിൽ നിങ്ങൾ cot inverse -1 ആൻസർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3π/4 എന്ന് കിട്ടും. അടുത്ത കൊസീക് ഇൻവേഴ്സ് -√2 -π/4 എന്ന് കിട്ടും. ഇത് +π/3 എന്ന് കിട്ടും. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 5π/6, അതായത് 150 ഡിഗ്രി എന്നാണ് ആൻസർ. അടുത്ത എയും ബിയും സിമെട്രിക് ആണെങ്കിൽ AB - BA ഈസ് എന്താണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്, മിസ്ലേനിയസ് എക്സസൈസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. തീർച്ചയായും ഇത് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ -1 എന്ന് കിട്ടും. അടുത്തത് ഒരു അൺഎക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ എന്ന് പറയാമെങ്കിലും കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് എക്സാമിനേഷന് ഇതേ ക്വസ്റ്റ്യൻ ചെറിയ മാറ്റത്തോടു കൂടി ചോദിച്ചു. ഫൈൻഡ് ദ ഇന്റർവെൽസ് ഇൻ വിച്ച് f(x) = sin x plus cos x. അതാണ് കഴിഞ്ഞ വർഷം ചോദിച്ചത്. ഈ വർഷം അത് sin x - cos x ആക്കി. തീർച്ചയായും ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ട് ഏതൊക്കെ ഇന്റർവെൽ ആണ് ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് എന്ന് എഴുതുക. സാധാരണ നമ്മൾ കുട്ടികൾ പോളിനോമിയൽസ് ആണ് പഠിച്ചിട്ട് പോകാറ്. ഇവിടെ ഒരു വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ, അത് സ്വാഭാവികമായും ഒരു അൺഎക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ, അതുണ്ടാകണമല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. ഇവിടെയും ഇത് നമ്മൾ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇതിനെ 1 ബൈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. ഇതിനെ എന്ത് ചെയ്യണം? പെർഫെക്റ്റ് സ്ക്വയർ ആക്കുമ്പോൾ 1/x - 3 the whole square plus 2 square. അപ്പോൾ 1/x² + a², 1/a tan inverse x/a എന്ന ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ 1/2 tan inverse x - 3/2 plus c എന്ന് കിട്ടും. ഇതാണെങ്കിൽ ഈ cos x plus sin x അല്ലേ, ഇതൊരു cos x minus sin x മേളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ട്രിഗണോമെട്രിക് ഫോർമുല യൂസ് ചെയ്ത് ഇന്റഗ്രേഷൻ ചെയ്യുന്ന ഒരു മെത്തേഡിലേക്ക് എത്തും. വലിയ പ്രശ്നമില്ല, അത് ചെയ്യാൻ പറ്റും. റൈറ്റ് ഓർഡർ ആൻഡ് ഡിഗ്രി. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ 2, ഡിഗ്രി അതിന്റെ പവർ 1. ഇതും നമ്മൾ പ്രെഡിക്റ്റഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
നെക്സ്റ്റ് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, സോൾവ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ജസ്റ്റ് dy by 1 plus y square dx by 1 plus x square. ആൻസർ tan inverse y equal to tan inverse x plus c എന്ന് കിട്ടും. അടുത്തത് ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് എ ആൻഡ് ബി തീറ്റ എന്ന് തന്നിട്ടുണ്ട്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ തീറ്റ എന്താണ്? തീറ്റ 45 ഡിഗ്രി ആയിരിക്കും. സൈൻ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ 45. ഇതും ടെക്സ്റ്റിലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, പക്ഷേ അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമ്മുടെ റിവിഷൻ ക്ലാസ്സിലൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ എന്താണ് കാണേണ്ടത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മൈനസ് ബി. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ മൈനസ് ബി ഡോട്ട് എ മൈനസ് ബി എന്ന ഫോർമുല ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ വാല്യൂ കിട്ടുന്നത് √5 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നിട്ടുണ്ട്, വെക്റ്റർ ഇക്വേഷൻ. വെക്റ്റർ ഇക്വേഷൻ r ഈക്വൽ ടു a പ്ലസ് ലാംഡ ബി. എ എന്ന് പറയുന്നത് 5y മൈനസ് 4j പ്ലസ് 6k പ്ലസ് ലാംഡ ഇൻറ്റു ഇത് 4i പ്ലസ് 7j പ്ലസ് 2k. ഇത്രയും എഴുതിയാൽ മതി. അടുത്തത് ആശ്വാസത്തിന്റെ കുളിർത്തന്നലായി ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്. നിങ്ങൾ ചെയ്ത് കാണും, വേറെ പ്രശ്നമൊന്നുമില്ല. ആൻസർ 16 by cos theta equal to 16 by √6 into √50 എന്ന് കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. അത് ഒന്ന് നോക്കുക. നെക്സ്റ്റ്, വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ. മാത്തമെറ്റിക്സ് പ്രാക്ടിക്കലൊക്കെ ചെയ്ത് പരിചയപ്പെട്ട ഒരു ഫംഗ്ഷൻ അറിയാമെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ? മോഡ് എക്സ് വി ഷേപ്പ് കണ്ടിന്യൂസ്, ലോഗ് എക്സ് കണ്ടിന്യൂസ്, 1/x കണ്ടിന്യൂസ്. അപ്പോൾ പിന്നെ എന്താണ്? ഇതായിരിക്കും ആൻസർ. ഈ ഫംഗ്ഷൻ നിങ്ങൾക്കറിയോ? നിങ്ങൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ പഠിച്ചിട്ടുണ്ട്. അതല്ല, ഇത് സീൽ ഫംഗ്ഷൻ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ലാബിൽ ഫ്ലോക്ക് ഫംഗ്ഷൻ എന്ന് പഠിക്കും. അപ്പോൾ നമ്മൾ പഠിക്കുന്ന മറ്റൊരു ഫംഗ്ഷനാണ് സീൽ ഫംഗ്ഷൻ. ഇതിങ്ങനെ ചാടി 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 പോകും, ജമ്പ് ഫംഗ്ഷൻ പോലെ പോകും. ജമ്പ് ഫംഗ്ഷനാണ്, അതുകൊണ്ട് ഇതെന്താണ്? നോട്ട് കണ്ടിന്യൂസ്. ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ. പാരാമെട്രിക് ഡിഫറൻസിയേഷൻ ചോദിക്കുമെന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തു. അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. dy by dx ഈക്വൽ ടു dy by dt by dx by dt ചെയ്യുക. അടുത്ത ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിലെ ക്വസ്റ്റ്യൻ. സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം, ആപ്ലിക്കേഷനിലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. അതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ തന്നെയാണ്. റെക്ടാങ്കുലർ ഷീറ്റ്. ഇതും നമുക്ക് ചെയ്യാൻ പറ്റുന്നതും ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ടെക്സ്റ്റിലില്ലാത്തൊന്നുമില്ല, ടെക്സ്റ്റിലുള്ളതേ ഉള്ളൂ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റേണ്ടതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 11. ഇന്റഗ്രൽ -π/2 to +π/2 sin raised to 5x dx. ഇതൊരു ഓഡ് ഫംഗ്ഷനാണ്. ഓഡ് ഫംഗ്ഷൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എന്താണ്? 0 എന്ന് കിട്ടും അല്ലെ? സൈൻ റൈസ് ടു 5x എന്ന് പറയുന്നത് ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിന്റെ ആൻസർ എന്താണ്? 0 എന്നാണ് കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11ലെ സബ് ക്വസ്റ്റ്യൻ, ഒരു അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ. നമ്മൾ സ്ഥിരം ഇന്റഗ്രൽ 0 to π/2 √sin x by √sin x plus √cos x അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ആണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇവിടെ ഇവരെ ഞെട്ടിച്ചുകൊണ്ടൊരു ക്വസ്റ്റ്യൻ. പക്ഷേ ഞെട്ടേണ്ട ആവശ്യമില്ല, ടെക്സ്റ്റിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ. ഇതിനെ 3 ഇന്റർവലായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഇന്റഗ്രൽ -1 to 0, അപ്പോൾ x³ - x പ്ലസ് ഇന്റഗ്രൽ 0 to 1 മൈനസ് ഓഫ് x³ - x പ്ലസ് ഇന്റഗ്രൽ 1 to 2 x³ - x. ഇങ്ങനെ 3 ഇന്റർവലാക്കി സെപ്പറേറ്റ് ചെയ്ത് ഇന്റഗ്രേഷൻ ചെയ്ത് വാല്യൂ കാണുക. അപ്പോൾ 11/4 എന്ന് കിട്ടും. യഥാർത്ഥത്തിൽ ഒത്തിരി സമയമെടുത്ത് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരേണ്ടതൊന്നുമല്ല, കുറച്ച് സമയം എടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻ. ആദ്യം ഒരു 1 word ക്വസ്റ്റ്യൻ. ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ y² ഈക്വൽ ടു 4x ആൻഡ് ദ ലൈൻ y ഈക്വൽ ടു 3. ജസ്റ്റ് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ അറിയാലോ, 9/4 എന്നാണ് കിട്ടുന്നത്. ആൻസർ എന്താണ്? 9/4. നെക്സ്റ്റ് ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ എലിപ്സ് πab. ആൻസർ 6π എന്ന് കിട്ടിക്കാണും. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 13ഉം 14ഉം അല്ലെ? ഡിഫറൻഷ്യൽ ഇക്വേഷന് ഈ ക്രിസ്മസ് എക്സാമിനേഷന് വെയിറ്റേജ് കൂടുതൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തു. എല്ലാ പാറ്റേണിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് എന്താണ്? ഹോമോജീനിയസ് ആണെന്ന് തിരിച്ചറിയണം. ഇതിനെ dy by dx ഈക്വൽ ടു എന്നെഴുതി സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ എന്താണ് അത് ഹോമോജീനിയസ് ആണെന്ന് വെരിഫൈന് ശേഷം ഹോമോജീനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് പോലെ ചെയ്യണം. കുറച്ച് പണിയുണ്ട്. അടുത്തതും ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തിരിച്ചറിയണം. കാരണം ഇതിനകത്ത് ആര് മാത്രമല്ല, y ടൈം y. അപ്പോൾ ഇത് ലീനിയർ ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിലാക്കാൻ ഒരു x² + 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണുക, പിന്നെ സൊല്യൂഷൻ കാണുക. ക്വസ്റ്റ്യൻ നമ്പർ 15 ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 4 വെക്ടർ തന്നിട്ടുണ്ട്. ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ AB ആൻഡ് CD. ആദ്യം വെക്ടർ AB കാണുക. OB ഇതറിയാലോ, ഇത് വെക്ടർ OA, ഇത് വെക്ടർ OB, ഇത് വെക്ടർ OC, ഇതെന്താണ്? വെക്ടർ OD. അപ്പോൾ AB കാണുന്ന ഫോർമുല OB - OA, CD കാണുന്ന ഫോർമുല OD - OC. AB എന്ന് പറയുന്നത് വെക്ടർ A എന്നെടുക്കുക, ഇത് വെക്ടർ B എന്നെടുക്കുക. ആംഗിൾ കാണുന്ന ഫോർമുല cos θ ഈക്വൽ ടു A.B by മാഗ്നിറ്റ്യൂഡ് ഓഫ് A ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് B. അടുത്ത് AB യും CD യും കൊളീനിയർ എന്ന് പ്രൂവ് ചെയ്യണം.
അപ്പോൾ എ ബിയുടെ ഡയറക്ഷൻ റേഷ്യോ കാണുക, സി ഡിയുടെ ഡയറക്ഷൻ റേഷ്യോ കാണുക, രണ്ടും പ്രൊപ്പോർഷൻ ആണെന്ന് പ്രൂവ് ചെയ്യുക. ഇതും കുറച്ച് സമയമെടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അടുത്ത നമ്മൾ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ്. നമ്പർ പോലും മാറിയിട്ടില്ല, നിങ്ങൾ കൃത്യമായി ചെയ്ത് കാണും. 2 × √29 ആണ് ആൻസർ എന്നാണ് എൻ്റെ വിശ്വാസം. 2 √29 അതേപോലത്തെ ഒരു സംഗതിയായിരിക്കും നിങ്ങൾക്ക് കിട്ടിയത്. ഓക്കെ, നെക്സ്റ്റ് എസ്എ ക്വസ്റ്റ്യൻ. ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്ററിൽ മാക്സിമം 6 മാർക്കിന് ചോദിക്കുമെന്നാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിരുന്നത്. 6 മാർക്കിന് തന്നെ ചോദിച്ചു, പക്ഷേ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചത്, കഴിഞ്ഞ വർഷത്തെ രീതിയിലല്ല. അപ്പോൾ ഇത് നമ്മുടെ ടെക്സ്റ്റിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു വേർഡ് പ്രോബ്ലം ആയിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ലീനിയർ ഇക്വേഷന്റെ സൊല്യൂഷനിൽ. അപ്പോൾ അത് ചെയ്ത് പഠിച്ചവർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിലും ഇത് വലിയ പ്രശ്നമൊന്നുമില്ല. ഇതിന്റെ ആൻസർ ഡിറ്റർമിനൻ എ 9 എന്ന് കിട്ടും. എ ഇൻവേഴ്സ് കാണുക, എന്നിട്ട് x1 y2 z എന്ത് കിട്ടും, 3 എന്ന് കിട്ടും. അടുത്തത് ഒരു അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ. എക്സ് പ്ലസ് കോസ് എക്സ് എന്താണ്? ഇറ്റ് ഈസ് ഓൾവേസ് ഇൻക്രീസിങ്. എന്തുകൊണ്ട്? എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് 1 മൈനസ് സൈൻ എക്സ് അല്ലെ? ഈ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കും, കാരണം സൈൻ എക്സിന്റെ വാല്യൂ എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണല്ലോ. അപ്പോൾ 1 മൈനസ് ഒന്നിനേക്കാളും ചെറിയ നമ്പർ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഒന്നിനേക്കാളും ചെറിയ നമ്പർ കുറച്ചാൽ ഒരു പോസിറ്റീവ് നമ്പറേ കിട്ടൂ. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആയതുകൊണ്ട് ഓൾവേസ് എന്തെന്ന് പറയാം, ഇൻക്രീസിങ്. അത് നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല. അടുത്ത ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് ഉള്ള ക്വസ്റ്റ്യൻ, ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ. അടുത്ത ഫൈൻഡ് ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ. സോ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൽ നിന്നാണ് എസ്എ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 19. ഇത് പല കുട്ടികളെയും ഞെട്ടിച്ച് കാണും. സോ സ്വാഭാവികമായിട്ട് അവർ എക്സ്പെക്ട് ചെയ്ത സ്ഥിരം പ്രോഡക്റ്റ് റൂൾ, ബൈ പാർട്സ് റൂൾ ഇല്ല, പാർഷ്യൽ ഫ്രാക്ഷൻ ഇല്ല, അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ആണ് സ്വാഭാവികമായിട്ടും. പക്ഷെ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഒരു മാർക്കേ ഉള്ളൂ അല്ലെ. ഇന്റഗ്രൽ 1/cos², sec², ഇത് മൈനസ് എന്താണ് tan x × sec x എന്ന് എഴുതാം. പിന്നെ ഡയറക്റ്റ് ഇന്റഗ്രേഷൻ ചെയ്താൽ മതി. അടുത്ത് ലാസ്റ്റ് ഇത് പറയാം. ഇത് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ e⁻x × f(x) പ്ലസ് f ഡാഷ് x ആണെങ്കിൽ e⁻x × f(x) എന്നൊരു പ്രോഡക്റ്റ് എന്നൊരു പ്രോപ്പർട്ടി ബൈ പാർട്സ് റൂൾ പഠിച്ചപ്പോൾ പഠിച്ചു. ആ ബൈ പാർട്സ് റൂളിന്റെ എക്സസൈസിന്റെ ലാസ്റ്റ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ. ഒത്തിരി എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെട്ടിട്ടുണ്ട്. എക്സാമ്പിൾ ക്വസ്റ്റ്യൻസിൽ തന്നെ ഏറ്റവും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെ നമുക്ക് ഒരുപാട് പണികളുണ്ടെങ്കിലേ ചെയ്യാൻ പറ്റൂ. ഇത് ആരും പ്രതീക്ഷിക്കാത്ത, ആരും പ്രഡിക്റ്റ് ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ. സ്വാഭാവികമായിട്ടും പ്രഡിക്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പണി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത്രത്തോളം പ്രാധാന്യമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇതുവരെ പരിഗണിക്കപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു -1 +1, ഒരു -1 സബ്ട്രാക്ട് ചെയ്യുക, +1 ആഡ് ചെയ്യുക, x² -1 ദെൻ +1 + 2 എന്ന് വരും. എന്നിട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്യണം. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ e⁻x × x² -1 by x + 1 the whole square plus 2 by x + 1 the whole square എന്ന് കിട്ടും. then e⁻x എന്നാണ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x - 1 by x + 1 plus 2 by x + 1 the whole square എന്ന് കിട്ടും. ആദ്യം ഇരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് രണ്ടാമത്തത്. സോ ഫൈനൽ ആൻസർ e⁻x × x - 1 by x + 1. ടെക്സ്റ്റിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നോക്കുക. അടുത്തതും സാധാരണ രീതിയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല, പക്ഷെ നമ്മുടെ ഡീറ്റെയിൽഡ് ക്ലാസ്സിലൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. ഇന്റഗ്രൽ 5x + 3 by √x² + 4x + 10 ഇന്റഗ്രൽ px + q by √ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ടൈപ്പ് 8 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു. ഇതും 3 മാർക്കിന്റെ അല്ല, യഥാർത്ഥത്തിൽ 6 മാർക്കിന്റെ ഒരൊറ്റ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ള സംഗതികളൊക്കെ ഈ ക്വസ്റ്റ്യനകത്തുണ്ട്. വളരെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ 3 മാർക്കേ ഇവിടെ തന്നിട്ടുള്ളൂ. നെക്സ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എല്ലാ കുട്ടികളും ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. വെക്റ്റർ എ ബി കാണുക, OB - OA. എന്നിട്ട് യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ ബി കാണുന്ന ഫോർമുല വെക്റ്റർ എ ബി ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. അടുത്ത് എയും ബിയും തന്നിട്ടുണ്ട്. a + b കാണുക, a - b കാണുക. ഇത് രണ്ടും എന്താണ്? പെർപെൻഡിക്കുലർ എന്ന് പ്രൂവ് ചെയ്യണം. a + b ഡോട്ട് a - b ഈക്വൽ ടു എന്തെന്ന് പ്രൂവ് ചെയ്യണം? 0. a + b ഡോട്ട് a - b 0 എന്ന് കിട്ടിയാൽ അതായി. അടുത്ത ഏരിയ ഓഫ് ദ പാരലോഗ്രാം നിങ്ങൾക്കറിയാം, മാഗ്നിറ്റ്യൂഡ് ഓഫ് a × b. ഇതും ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആക്ച്വലി ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഒത്തിരി അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. നമ്മുടെ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമിൽ നിന്ന് 16 മാർക്ക് മുതൽ 20 മാർക്കിന് വരെ ചോദിക്കുമെന്ന് പറഞ്ഞു. 19 മാർക്കിനാണ് ഈ എക്സാമിനേഷന് ഫസ്റ്റ് ടേമിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അതായത് ആദ്യത്തെ 5 ചാപ്റ്റർ. അവസാനത്തെ ചാപ്റ്റർ അതായത് സെക്കൻഡ് ടേമിൽ നിന്ന് 61 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്.
ഇതിൽ തന്നെ എസ്എ ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ആ ഇന്റഗ്രൽസിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും വെക്ടറിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ നമുക്ക് ഡിറ്റർമിനൻസ് ഡയറക്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സും വലിയ ബുദ്ധിമുട്ടില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 3 എസ്എ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. 4 മാർക്കിലും നമ്മൾ പ്രതീക്ഷിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, എങ്കിലും 8 ക്വസ്റ്റ്യനും കാര്യമായി പഠിച്ച കുട്ടികൾക്കേ ചെയ്യാൻ പറ്റൂ. പ്രത്യേകിച്ച് ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിച്ചവർക്കേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അത് സ്കിപ്പ് ചെയ്തവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. 3 മാർക്കിന്റെ ക്വസ്റ്റ്യന്റെ കാര്യത്തിലാണ് പല കുട്ടികൾക്കും കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യത. അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 8 ക്വസ്റ്റ്യനിൽ ഒരു 5 ക്വസ്റ്റ്യനൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉള്ളൂ, ബാക്കി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകാൻ സാധ്യതയുണ്ട്. സോ തീർച്ചയായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച കുട്ടികൾക്ക് മികച്ച സ്കോർ കണ്ടെത്താൻ സാധിക്കും. അല്ലാത്ത കുട്ടികൾക്ക് മാർക്ക് കുറയാനാണ് സാധ്യത. വിഷമിക്കേണ്ട, ബി പോസിറ്റീവ്. തീർച്ചയായും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡീറ്റെയിൽഡ് ക്ലാസ് കണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പബ്ലിക് എക്സാമിനേഷന് അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കം ഇപ്പോഴേ ആരംഭിക്കുക. ആദ്യം ക്രിസ്മസ് എക്സാം കഴിഞ്ഞോട്ടെ. വെക്കേഷൻ സമയത്ത് പഠിക്കാത്ത കാര്യങ്ങൾ ഭംഗിയായി പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. യാതൊരു ടെൻഷനും വേണ്ട. പാസ്റ്റ് ഈസ് പാസ്റ്റ്. നെക്സ്റ്റ് ഡേ നാളത്തെ എക്സാമിനേഷൻ കെമിസ്ട്രിയാണ്, അതിനുവേണ്ടി പഠിച്ചു തുടങ്ങൂ. ഓക്കെ, എല്ലാവർക്കും ആശംസകൾ. ഓൾ ദി ബെസ്റ്റ്.